ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ അതേ നമ്മൾ നാട്ടിലേക്ക് അടുത്ത യാത്ര പോവുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇട്ടിട്ട് അവിടെ നിന്നാണ് നമ്മുടെ യാത്ര. മറ്റങ്ങോട്ടും അല്ല, എറണാകുളത്തേക്കാണ്. ചെങ്ങന്നൂർ ടു എറണാകുളം ട്രിപ്പാണ് കേട്ടോ. അപ്പം എൻ്റെ പേരൻസും ബ്രദറും ഒക്കെയാണ് കൂടെയുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു ആദ്യത്തെ യാത്ര കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. പിന്നെ നമുക്ക് വന്ദേ ഭാരത് നമ്മൾ വേഗം നോക്കി അതിൽ ഞങ്ങൾക്ക് എങ്ങനെയോ സീറ്റൊക്കെ കിട്ടി. പക്ഷെ ഞങ്ങൾ പലയിടത്തായിരുന്നു. എന്നാലും കുഴപ്പമില്ല, പെട്ടെന്ന് നമുക്ക് പോയി നമ്മുടെ പെട്ടെന്നുള്ള പ്ലാൻ. അതുകൊണ്ട് തന്നെ വേഗം പോയി വേഗം വരണം, അങ്ങനെ ഒരു പ്ലാൻ. അപ്പോൾ വന്ദേ ഭാരതിൽ എന്തായാലും സീറ്റ് കിട്ടി, അത് തന്നെ വലിയ കാര്യം. അപ്പോൾ നമ്മൾ നോക്കി നിന്ന് വന്ദേ ഭാരത് എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ ചെങ്ങന്നൂർ ടു എറണാകുളം ടൗണാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി സീറ്റൊക്കെ പിടിച്ച് വേഗം നമുക്ക് അവർ ബിസ്ക്കറ്റും ചായയൊക്കെ കൊണ്ടു തന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവർ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും മെയിൻ കോഴ്സും കൊണ്ടു തന്നു. അത് വരുന്നത് എനിക്ക് കിട്ടിയത് ഇടിയപ്പവും കടലക്കറിയായിരുന്നു, പിന്നെ പാലപ്പം, മുട്ടക്കറി, അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഒക്കെ കഴിച്ച് നമ്മൾ എറണാകുളം എത്തി. നമ്മൾ ബസ്സിലാണ് എറണാകുളത്തു നിന്ന് ഈ ഒരു നമ്മുടെ മറൈൻ ഡ്രൈവിലേക്ക് എത്തിയത്. അപ്പോൾ ഇവിടെ എത്തി നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിപ്പോൾ അവിടെ ഷിപ്പൊക്കെ വരുന്നത്. അപ്പോൾ എൻ്റെ ബ്രദർ വർക്ക് ചെയ്യുന്ന ഷിപ്പിലായതുകൊണ്ട് അവൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണിച്ചു തരികയും പറഞ്ഞു തരികയൊക്കെ ചെയ്യുവാണ്. അപ്പോൾ നമ്മളവിടെ കുറേ നേരം അങ്ങോട്ട് കാറ്റൊക്കെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് കേട്ടോ. പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് നടന്നു. അപ്പോൾ ഇവിടെ കുറേ ചേട്ടന്മാരെ മീൻ വല വിരിക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മേളിലോട്ട് സ്റ്റെപ്പ് പറയും. അപ്പോൾ ഇവിടെ എന്തായാലും ഫോട്ടോ എടുക്കുന്ന ഒരു പതിവുണ്ടല്ലോ, അപ്പോൾ അത് ഫോട്ടോയും കൂടെ എടുത്തു. അപ്പോൾ ആ ചേട്ടൻ അവിടെ സ്പീഡിലല്ല കേട്ടോ, ഇത്ര സ്പീഡൊന്നും ഇല്ല, ഞാൻ സ്പീഡ് ചെയ്ത് വീഡിയോ ഇട്ടിരിക്കുന്നുണ്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ വാട്ടർ മെട്രോയാണ് പോകുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കൊരാഗ്രഹം, വാട്ടർ മെട്രോ കൂടെ എന്തായാലും ഇവിടെ വന്നേലേ, വാട്ടർ മെട്രോ കയറിയാലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിവിടെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ ഡിസ്കഷനിലാണ് കേട്ടോ. അപ്പം നമ്മൾ എവിടെ പോകണം എന്നൊക്കെ. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നു, വെയിൽ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, നമുക്കിനി അടുത്ത് എങ്ങോട്ടേലും പോകണം, എന്നാൽ അധികം വെയിലൊന്നും കൊള്ളാത്തിടത്തോട്ട് പോകാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആ ചേട്ടൻ ഇങ്ങനെ വലയൊക്കെ വിരിക്കുന്ന കണ്ട് നമ്മൾ കുറച്ച് നേരം ആ വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ നല്ല രസമായിരുന്നു. ആദ്യം നമ്മുടെ പഴയ കൊച്ചിയിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ഒരു ബസ്സിലായിരുന്നു ഞങ്ങൾ ഹൈക്കോർട്ടിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ വേഗം അവിടെ നിന്ന് നടന്ന് നമ്മൾ ഇവിടെ എത്തി, നമ്മുടെ വാട്ടർ മെട്രോയുടെ ഒരു സ്റ്റേഷൻ പോലെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെട്രോ ബുക്ക് ചെയ്യാം. അപ്പോൾ 10 മിനിറ്റ്സിലേക്ക് എന്തോ 50 രൂപയാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ബോട്ടിൻ്റെ ചേട്ടന്മാരൊക്കെ പറഞ്ഞു ചീപ്പ് റേറ്റിൽ ഞങ്ങൾ ബോട്ട് തരാം, അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ എന്തുകൊണ്ട് അത് ചൂസ് ചെയ്തുകൂടാ എന്നൊരു ചിന്ത വന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബോട്ട് എടുത്തു. അപ്പോൾ അതിൽ 20 പേരായിക്കഴിഞ്ഞാൽ അവർ ആ ബോട്ട് എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട വന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ 20 പേരായി. അപ്പോൾ നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ കയറിയപ്പം ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പം കുറച്ച് ആൾക്കാരോട് വന്നു, അവർ പയ്യെ ബോട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ഈ ഒരു ചേട്ടനാണ് അതിൻ്റെ ബോട്ടിൽ കയറി കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും 2 സൈഡിലും ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരിക എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഗോശ്രീ പാലവും അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോ തുരുത്തുണ്ട്, രാമൻ തുരുത്ത്. ആ തുരുത്തിലാണ് ഇലക്ഷൻ സമയത്ത് ഏറ്റവും കുറവ് പോളിംഗ്, 8 പേരോ സമയം, കഴിഞ്ഞ ഇലക്ഷന് 8 പേരെങ്ങാണ്ട് അവിടെ വോട്ട് ചെയ്തുള്ളൂ. അവിടെ ആകെ 2-3 ഫാമിലി മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കേട്ടോ. പിന്നെ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ബോൾഗാട്ടി പാലസ്, വെള്ളി നക്ഷത്രം, മൈബോസ്, അങ്ങനെ കുറേ മൂവീസ്, പിന്നെ മലയാളം, തമിഴ്, കന്നഡ, അങ്ങനെ എല്ലാ സൈഡിൽ നിന്നും ഒത്തിരി സിനിമകൾക്ക് പശ്ചാത്തലമായ ബോൾഗാട്ടി പാലസ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ബോൾഗാട്ടി പാലസ് നമ്മളിങ്ങനെ കണ്ട് വെള്ളത്തിൽ കൂടി ഇങ്ങനെ കണ്ടുകൊണ്ട് പോവുകയാണ് കേട്ടോ. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത കാഴ്ചകളിലേക്ക് നമ്മളിങ്ങനെ നമുക്ക് ഇത് ബോൾഗാട്ടി പാലസ് കാണുമ്പം ഓരോ സിനിമകൾ ഇങ്ങനെ മനസ്സിൽ കൂടെ ഇതാ സിനിമ, ഈ സിനിമ, അങ്ങനെ നമുക്ക് ഓർമ്മ വരും കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് വേറെ ബോട്ടുകളും ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഈ സ്കൂളിലെ കുട്ടികളൊക്കെ ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ വീഗാലാൻഡിൽ പോകുന്നത് പോലെ ഇപ്പോൾ കുട്ടികളൊക്കെ ടൂറിന് പോകുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാട്ടോ. അത് നല്ലൊരു അനുഭവമാണ്.
കുഞ്ഞുങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ട്രിപ്പും കൂടി ആയിരിക്കുമല്ലോ. അപ്പോൾ അതേ അവർക്ക് നമ്മൾ ടാറ്റയൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ചേട്ടൻ അവിടെ നിർത്താതെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, കുറേ കാര്യങ്ങളിങ്ങനെ പറയുന്നുണ്ട്. ഗോശ്രീ പാലത്തിനെ പറ്റിയും പിന്നെ എന്തോ കണ്ടെയ്നർ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നമ്മളതെല്ലാം കേട്ട് പിന്നെ നമ്മുടെ വല്ലാർപാടം ബസിലിക്ക, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ നിന്ന് കാണിച്ചു തരികയും പറഞ്ഞു തരികയും പിന്നെ ട്രെയിൻ പാളം, അതൊക്കെ നമുക്കിങ്ങനെ കാണിച്ചു തരികയും പറഞ്ഞു തരികയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വീഡിയോ എടുക്കണം, ഇത് കേൾക്കണം, ആകെപ്പാടെ കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും അത് വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നല്ല കാറ്റ്, അടിപൊളി കാറ്റായിരുന്നു കേട്ടോ. ഒരു 2 മണിക്കൂറേ ഉള്ളൂ, പക്ഷേ അടിപൊളിയാണ്. നമുക്ക് 2 മണിക്കൂറിൽ അത്യാവശ്യം കൊച്ചിയുടെ ഒരു ഫ്രെയിം കാണാൻ പറ്റും. നല്ലൊരു യാത്രയാണ്. ഇഷ്ടമുള്ളവർക്ക് വാട്ടർ മെട്രോ നമുക്ക് കൊച്ചിയിലെത്തുമ്പോൾ ചൂസ് ചെയ്യാം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതൊരു ഡിഫറെൻ്റ് ആയിരുന്നു. ഞങ്ങൾ ഓൾറെഡി വാട്ടർ മെട്രോയിൽ പോയിട്ടുള്ളത് കൊണ്ട് അതിനകത്ത് വലുതായിട്ടൊന്നുമില്ല, നമുക്കിതുകൊണ്ട് കാര്യങ്ങളൊന്നും പറഞ്ഞു തരാനൊന്നുമില്ല. ജസ്റ്റ് കയറിയിരിക്കുക, അപ്പുറത്ത് പോയി ഇറങ്ങുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അതെനിക്കറിയില്ല. നേരത്തെ ഒരു 1 ഇയർ മുമ്പ് 2 ഇയർ മുമ്പ് ഞങ്ങൾ പോയ ഒരു എക്സ്പീരിയൻസാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു ഓപ്ഷനായിരുന്നു എന്ന് തോന്നി. കാരണം പേരൻസ് വാട്ടർ മെട്രോയിൽ പോയിട്ടില്ല എങ്കിലും ഇത് അതിലും നല്ലതാണെന്ന് ഞങ്ങൾക്ക് പേഴ്സണലി തോന്നി. കാരണം ഈ പറയുന്ന കൂട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്തുകൂടി പോയി കാണാം. വാട്ടർ മെട്രോയിൽ പോകുമ്പോൾ ഈ ബോൾഗാട്ടി പാലസ് അങ്ങനെയൊക്കെ സൈഡ് വ്യൂ ഉള്ളൂ, ഫുള്ളായിട്ട് നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാഴ്ചകൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്, രണ്ടും തമ്മിൽ 2 ഡിഫറൻസാണ് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് താരതമ്യം ചെയ്യാനൊന്നും പറ്റത്തില്ല, എന്നാലും രണ്ടും രണ്ടാണ്. ഇപ്പോൾ രണ്ടും എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിലും 2 എക്സ്പ്ലോർ ചെയ്യാം, രണ്ടും 2 എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ അതേ നമ്മൾ ഈ ഒരു ഷിപ്പ് ആണെന്ന് തോന്നും, അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ മുമ്പോട്ട് പോകുന്തോറും വാട്ടർ മെട്രോ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ദേ കുറേ തുരുത്തുകളുണ്ട് കേട്ടോ, ഐലൻഡ്. അപ്പോൾ കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആ ചേട്ടന്മാരെല്ലാം പറഞ്ഞു തരികയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ വേറെ എന്താണ് ബോട്ടുകളും അതിലെ ആളുകളും അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പിന്നെ നേരെ ഫോർട്ട് കൊച്ചി സൈഡിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ ആ സൈഡും അവിടുത്തെ പള്ളികളെ പറ്റിയും ഒക്കെ നമുക്ക് അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ ചേട്ടന്മാർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് കാറ്റുമൊക്കെ കൊണ്ട് ഈ ചേട്ടൻ ചാടി എണീക്കുന്നുണ്ടോ, അവിടുത്തെ എന്തോ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, അത് ഞാൻ ഓർക്കുന്നില്ല എന്താ സംഭവം എന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ചേട്ടൻ ഓരോ കാര്യങ്ങളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. നമ്മളതൊക്കെ കാഴ്ചകളൊക്കെ കാണുന്നു, വീഡിയോസ് എടുക്കുന്നു. പിന്നെ ആ ചേട്ടൻ പറയുന്നുണ്ട് ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം വെള്ളത്തിലോട്ട്, ഇടയ്ക്കൊക്കെ ഡോൾഫിനൊക്കെ വരാറുണ്ടെന്നൊക്കെ. പക്ഷെ നമ്മളിങ്ങനെ കണ്ണിട്ട് നോക്കിയിട്ടൊന്നും എനിക്ക് തോന്നുന്നു ഈ സംഭവമാണ് ഡോൾഫിൻ്റെ കാര്യം എന്തോന്ന് പറയാനെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്, പക്ഷേ ഡോൾഫിനൊന്നും വന്നില്ല, നമ്മൾ കണ്ടില്ല. നമ്മൾ കുറേ നേരം വെള്ളത്തിൽ കണ്ണ് കഴിച്ച് നോക്കി നിൽക്കുകയായിരുന്നു, പക്ഷേ ഡോൾഫിനൊന്നും ഞങ്ങൾ കണ്ടില്ല. എനിവേ എന്നാലും എന്താ നല്ല കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ദേ നമ്മളെ അങ്ങേയറ്റത്ത് വരെ കൊണ്ടുപോയി ബോട്ട് തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കടലും കായലും, കൊച്ചി കായലും കടലും കൂടെ ചേരുന്ന ആ ഒരു സ്ഥലമാകുമ്പോഴത്തേക്ക് അവർ ബോട്ട് തിരിക്കും. ഇത് പിന്നെ നമുക്ക് ചീനവലയും ഒക്കെ കാണിച്ചു തരികയാണ്. ഇതാണ് ചൈനക്കാരുടെ ചീനവല എന്നൊക്കെ പറഞ്ഞാൽ ചേട്ടൻ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊച്ചി കായലിൽ കൂടിയുള്ള അടിപൊളി ഒരു ബോട്ട് യാത്രയായിരുന്നു. നല്ലൊരു ക്ലൈമറ്റും നല്ല കാറ്റും ഒക്കെ ആയിട്ട് നമുക്ക് എത്ര നേരം ഇരുന്നാലും അത്രയും സുഖമെന്ന് പറഞ്ഞിട്ട് ദേ ഒരു ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതെ ജങ്കാർ, അതാണ് ജങ്കാർ. നമ്മുടെ വണ്ടികളും ആളുകളും എല്ലാം കൂടി ഒരുമിച്ച് പോകുന്നത്. ആ പിള്ളേരൊക്കെ നമുക്ക് ടാറ്റ തരികയാണ് കേട്ടോ. അപ്പോൾ ഈ ജങ്കാറൊക്കെ നമ്മുടെ മുമ്പിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് നമ്മളൊക്കെ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ആകെപ്പാടെ ഒരു ഓളമായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്പീഡ് ബോട്ടുകളും ഒക്കെ പോയിട്ട് ഇത് നമ്മുടെ ഫോർട്ട് കൊച്ചി സൈഡാണ് കേട്ടോ. അവിടുത്തെ പുരാതനമായ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തരികയാണ്. ഇതിനൊക്കെ ഓരോ ചരിത്രമുണ്ട് കേട്ടോ. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ വീഡിയോയിൽ പറ്റില്ല, എന്നാലും ജസ്റ്റ് അത് കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഇവിടുന്ന് ടേൺ ചെയ്യുകയാണ്. അപ്പോൾ കൊച്ചി കായലിൽ കൂടെ ഞങ്ങൾ കുറേ നേരം ആസ്വദിച്ചു. നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. നല്ല പ്രകൃതിരമണീയമായ കാഴ്ചകളും തുരുത്തുകളും അങ്ങനെ നല്ലൊരു ഫീൽ ഗുഡ് യാത്രയായിരുന്നു.
നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു യാത്ര. കുറച്ച് പച്ചപ്പും വെള്ളവും ഓളവും അടിപൊളി കൊച്ചി കായലിൻ്റെ ഫീൽ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പം അതൊക്കെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലുലു പോയി അവിടുന്ന് ഫുഡൊക്കെ തട്ടി നേരെ തിരിച്ചിങ്ങ് പോന്നു. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാത്തവർ അതൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് വേണം വീഡിയോ കാണാൻ കേട്ടോ. അപ്പം വീണ്ടും നാട്ടിലെ നല്ല വിശേഷങ്ങളായിട്ട് വരാം. അപ്പം അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.